ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് IVF പ്രഗ്നൻസിയെ പറ്റിയാണ്. IVF പ്രഗ്നൻസിയിൽ ആദ്യത്തെ 3 മാസം നമ്മൾ എന്ത് പ്രിക്കോഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന്. IVF ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം എത്ര കഷ്ടപ്പാടുകളും എത്ര ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ആ IVF ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി വരെ എത്തുന്നതെന്ന്. നമുക്ക് IVFൽ സക്സസ് കിട്ടുന്ന ആ സമയം അതൊരു ഡ്രീം കം ട്രൂ ആണ്. ആ ഒരു നിമിഷം അത് അനുഭവിച്ചവർക്കറിയാം ലോകം കീഴടക്കിയ സന്തോഷം ആയിരിക്കും. പക്ഷേ അതേസമയം മനസ്സിൽ ഒരുപാട് പേടിയും ടെൻഷനും ഉണ്ടാകും. നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പോലും ഒരു മിസ്റ്റേക്ക് വന്ന് ഈ പ്രഗ്നൻസിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാക്സിമം കെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി തന്നെ എങ്ങനെയാണ് ആദ്യത്തെ 3 മാസം കെയർ ചെയ്യേണ്ടതെന്നും അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ മുന്നോട്ട് ഈ വീഡിയോ കണ്ടിന്യൂ കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒട്ടും ഡിലേ വരുത്താതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായി നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. IVF പ്രഗ്നൻസി നാച്ചുറൽ പ്രഗ്നൻസിയെ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ആദ്യത്തെ 3 മാസം നോർമൽ പ്രഗ്നൻസിയെക്കാട്ടിലും എക്സ്ട്രാ മെഡിക്കേഷൻസും കെയറും ആവശ്യമാണ്. നിങ്ങളുടെ β-HCG ടെസ്റ്റ് പോസിറ്റീവ് വന്നാൽ ഉടനെ നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ ആ വാല്യൂ ഇൻഫോം ചെയ്യേണ്ടതാണ്. β-HCG ടെസ്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നേരത്തെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. മോസ്റ്റ്ലി നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള മെഡിക്കേഷൻസ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യേണ്ടത് 1-2 ആഴ്ച നിങ്ങളുടെ ആദ്യത്തെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നത് വരെ. അപ്പോൾ ആദ്യത്തെ അൾട്രാസൗണ്ടിൻ്റെ കാര്യങ്ങൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയി തന്നെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചിലവർക്ക് മെഡിക്കേഷൻസിൽ കുറച്ച് ചേഞ്ചസ് വന്നേക്കാം. അത് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ പറയുന്ന പോലെ തന്നെ പറയുന്ന ടൈമിൽ കണ്ടിന്യൂ ചെയ്യുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഡോക്ടർ പറയുന്ന മെഡിസിൻസ് അല്ലാതെ വേറെ ഒരു മെഡിസിൻ പോലും പ്രഗ്നൻസിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കരുത്. കാരണം പ്രഗ്നൻസിയിൽ ആദ്യത്തെ 6 ആഴ്ച തൊട്ട് 12 ആഴ്ച വരെയാണ് കുഞ്ഞിൻ്റെ കണ്ണ്, മൂക്ക്, ചെവി ഇതെല്ലാം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിസിനും ഡോക്ടറോട് ചോദിക്കാതെ നിങ്ങൾ എടുക്കരുത്. ഡോക്ടർ തന്ന എല്ലാ മെഡിക്കേഷൻസും വളരെ കെയർഫുൾ ആയി തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ നേരത്തെ തൈറോയിഡ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഇതിൻ്റെ ഒക്കെ മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് എന്തായാലും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ആ മെഡിസിൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ തൈറോയിഡോ ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോളിൽ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ആ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. β-HCG ടെസ്റ്റ് പോസിറ്റീവ് വന്നു കഴിഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു സ്കാനിങ് ചെയ്യേണ്ടി വരും. അതിൽ എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്ന് ചെക്ക് ചെയ്യും. ഒരു കുഞ്ഞാണോ അതോ ട്വിൻ പ്രഗ്നൻസി ആണോ എന്ന് നോക്കും. കുഞ്ഞിൻ്റെ ഹേർട്ട് ബീറ്റ് വന്നോ എന്നും നോക്കും. അടുത്തത് മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. IVF പ്രഗ്നൻസിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ പ്രഗ്നൻസി പോലെ തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബെഡ് റെസ്റ്റിൻ്റെയും ആവശ്യമില്ല. കുറച്ച് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് ഞാൻ മുന്നോട്ട് വീഡിയോയിൽ പറയാം. നോർമൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓഫീസിൽ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓഫീസിൽ പോകാവുന്നതാണ്. സോ നോ നീഡ് ഓഫ് ബെഡ് റെസ്റ്റ്. നിങ്ങൾ ബെഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമൽ ചെയ്യുന്ന എല്ലാ റുട്ടീൻ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ നോർമലി ചെയ്യാത്ത കാര്യങ്ങൾ, കൂടുതൽ പ്രയാസമുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ചെയ്യരുത്. സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗ ചെയ്യാവുന്നതാണ്. ഡയറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നേരത്തെ
നേരത്തെ കഴിക്കുന്നത് പോലെ, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിക്കുന്നത് പോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിക്കുന്ന ഫുഡിനെ പറ്റിയും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. പൈനാപ്പിൾ, പപ്പായ, ചൈനീസ് ഫുഡ്, വെളിയിലെ ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ് ടിൻ ഫുഡ്, കോൾഡ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്സ് ഇതെല്ലാം ഒഴിവാക്കുക. കോഫി നിങ്ങൾക്ക് കുടിക്കാം, പക്ഷേ വളരെ കുറവ് എമൗണ്ടിൽ മാത്രം. ബാക്കി വീട്ടിൽ ഉണ്ടാക്കിയ എല്ലാ ഫുഡ്സും നിങ്ങൾക്ക് ധൈര്യമായി ഡയറ്റിൽ ഉൾപ്പെടുത്താം. ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇതെല്ലാം ഒഴിവാക്കുക, അത് വീട്ടിലെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആയാൽ പോലും. പിന്നെ ചിലവർക്ക് ആദ്യത്തെ മാസം ഒക്കെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടാകും. അത് നിങ്ങൾ കഴിക്കുന്ന ഹോർമോൺസിൻ്റെ മെഡിസിൻസ് കാരണമാണ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഡയറ്റിൽ നിങ്ങൾ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പ്രഗ്നൻസി സേഫ് മെഡിസിൻസ് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചിലവർക്ക് ബ്രസ്റ്റ് ചേഞ്ചസ് ഉണ്ടാകും. ഒരുപാട് ബ്രസ്റ്റ് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതും നോർമലാണ്, ഹോർമോൺ മെഡിസിൻസ് കാരണമാണ്. ചിലവർക്ക് വയറിൻ്റെ താഴ്ഭാഗത്ത് വേദന, അതുപോലെ തന്നെ ബാക്ക് ഏക്ക് ഒക്കെ തോന്നാറുണ്ട്. പുറം വേദനയ്ക്ക് നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനായിട്ട് വോളിനി പോലത്തെ ജെല്ല് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് ചിലവർക്ക് ആദ്യത്തെ മാസങ്ങളിൽ ഉണ്ടാവുന്ന വൊമിറ്റിങ്ങിനെ പറ്റിയാണ്. ചിലവർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവാറുണ്ട്, എന്നാൽ ചിലവർക്ക് ഒട്ടും കാണില്ല. വൊമിറ്റിംഗ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതും വൊമിറ്റിംഗ് ഒട്ടും ഉണ്ടാവാത്തതും രണ്ടും നോർമലാണ്. വൊമിറ്റിംഗ് ഉള്ളപ്പോൾ കുറച്ച് ഫ്രീക്വൻ്റ് ആയി മീൽസ് എടുക്കാൻ ശ്രമിക്കുക. സ്പൈസി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് വൊമിറ്റിംഗ് കണ്ടിന്യൂ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം പ്രഗ്നൻസി സേഫ് മെഡിസിൻസ് നിങ്ങൾക്ക് എന്തായാലും എടുക്കാവുന്നതാണ്. വൊമിറ്റിംഗ് എക്സസീവ് ആകുവാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഹൈപ്പർ എമസിസ് ഗ്രാവിഡാരം മെഡിക്കൽ ടേമാണ്, ആ കണ്ടീഷൻ ആകുവാണെങ്കിൽ ഉറപ്പായും ഡോക്ടറെ ഇൻഫോം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വൊമിറ്റിംഗ് IVF പ്രഗ്നൻസിയിലും നോർമൽ പ്രഗ്നൻസിയിൽ പോലെ തന്നെയാണ്. നമുക്ക് നോർമലി കഴിക്കുന്ന എല്ലാ ന്യൂട്രീഷ്യസ് ഫുഡും ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. നോർമൽ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ റുട്ടീൻ വർക്കും ചെയ്യാവുന്നതാണ്. അത് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ഡൈജഷൻ നല്ലതാക്കാനും ഹെൽപ്പ് ചെയ്യും. വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുക. സ്മോൾ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ മീൽസ് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തേണ്ടത്. 3 മാസം കംപ്ലീറ്റ് ആയി കഴിയുമ്പം, എന്ന് പറഞ്ഞാൽ 12 ആഴ്ച പൂർത്തിയാകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ സേഫ് ആകും. അത് കഴിഞ്ഞ് അബോർഷൻ ഉണ്ടാവാനുള്ള ചാൻസും കുറയും. 3 മാസം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളുടെ IVF പ്രഗ്നൻസി നാച്ചുറൽ പ്രഗ്നൻസിയെ പോലെ തന്നെയാകും. നാച്ചുറലായി പ്രഗ്നൻ്റ് ആയവർ കഴിക്കുന്ന അതേ മെഡിസിൻസ് പിന്നെ നിങ്ങളും എടുത്താൽ മതി. നിങ്ങളുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്തുള്ള വിസിറ്റും കുറയും. നിങ്ങളുടെ പ്രഗ്നൻസി പരിപൂർണമായി നോർമൽ പ്രഗ്നൻസിയെ പോലെ തന്നെയാകും. ബെഡ് റെസ്റ്റ് നിങ്ങൾക്ക് ഒട്ടും തന്നെ വേണ്ട. പക്ഷേ ഇതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നിങ്ങളുടെ സെർവിക്സ്, യൂട്രസിൻ്റെ വായ്മുഖം എന്ന് പറയുന്നത് ഷോർട്ട് ആണെങ്കിൽ നിങ്ങളോട് ഡോക്ടർ സ്ട്രിക്റ്റ് ബെഡ് റെസ്റ്റിന് അഡ്വൈസ് ചെയ്യും. ഷോർട്ട് സെർവിക്സിനെ പറ്റിയും നമ്മുടെ ചാനലിൽ നേരത്തെ ഡെഡിക്കേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ചിലവർക്ക് പ്രഗ്നൻസിയിൽ ഒരുപാട് ക്ഷീണം, തളർച്ച, ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. ഇത് നോർമലാണ്. ഇതിന് മെഡിസിൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണം, തളർച്ച ഒക്കെ തോന്നുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും റെസ്റ്റ് ചെയ്യുക. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നോർമൽ പ്രഗ്നൻസിയും IVF പ്രഗ്നൻസിയും തമ്മിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ, IVF പ്രഗ്നൻസിയിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട വിസിറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം മെഡിക്കേഷൻസിനുള്ള ചേഞ്ചും ടൈം ടു ടൈം അൾട്രാസൗണ്ട് ചെയ്ത് നോക്കേണ്ടതായും ഉള്ളതുകൊണ്ട്. ഇതൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും വാർണിംഗ് സൈൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെച്ചോണ്ടിരിക്കാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ എക്സസീവ് വോമിറ്റിംഗ്. ഇങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. IVF പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ഈ കിട്ടിയ പ്രഗ്നൻസി നിങ്ങൾ എത്രയോ കാലമായി കൊതിച്ച കാര്യമാണ്. അപ്പോൾ ഒട്ടും ടെൻഷൻ ആവാതെ, ഒട്ടും സ്ട്രെസ് ആവാതെ ആ പ്രഗ്നൻസി ജേർണി എൻജോയ് ചെയ്യുക.
പോസിറ്റീവായിട്ട് ചിന്തിക്കുക. തീർച്ചയായിട്ടും മുന്നോട്ടും ഒരു പ്രോബ്ലവും ഉണ്ടാകാതെ നോർമലായി തന്നെ പ്രഗ്നൻസി കടന്നുപോയി ഒരു നല്ല ഹെൽത്തി വാവേനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഈ ടോപ്പിക് റിലേറ്റഡ് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. പേഴ്സണലായി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ചാനലിൻ്റെ അബൌട്ട് സെക്ഷനിലും കൊടുത്തേക്കാം. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കയറി നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് തിരഞ്ഞെടുത്ത് വെക്കാൻ ഓർക്കുക. എന്നാൽ മാത്രമേ ഭാവിയിൽ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ and goodbye.